പ്രസവം കഴിഞ്ഞാൽ ഒരു കുട്ടിയെ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം വളരെ അധികമാണെങ്കിലും ചെറിയ ശതമാനം പേരിലും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഭയങ്കര സങ്കടവും ദേഷ്യവും ഒക്കെ കാണാറുണ്ട്. ഈ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എങ്ങനെ നേരെയാക്കാൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോ. മിക്ക ആളുകളും സന്തോഷത്തിലാണെങ്കിലും ഒരു 30 അല്ലെങ്കിൽ 40% പേര് ഭയങ്കര സ്ട്രെസ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അത് എന്തുകൊണ്ടാണ്? ഒന്ന്, ഹോർമോണുകൾ പെട്ടെന്ന് കുറയുന്നത് കാരണവും ആവാം. 2, ജനതികമാവാം. 3, കുട്ടിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അമ്മയ്ക്ക് കോപ്പപ്പ് ചെയ്യേണ്ടി വരുന്നത് കാരണം ആ ഒരു ചേഞ്ചിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാവാം. എന്നാലും അതിനെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും? ഈ പ്രശ്നം നമുക്ക് എന്നും ദേഷ്യം വരിക, സങ്കടം വരിക എന്നുള്ളതുണ്ടെങ്കിൽ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം ഇതിനെ പറ്റിയിട്ട്. ഇത് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. സംസാരിച്ച് അതിനുള്ള പരിഹാരം കാണണം. പലപ്പോഴും കുട്ടിയുടെ കാര്യങ്ങളിൽ നിന്നാണ് ഇത് വരണത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രോഗമുള്ളവർ, അതായത് ദേഷ്യം വരുന്നവരെങ്കിലും കടുംപിടുത്തം പിടിക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും കുട്ടിയുടെ കാര്യം ഇന്ന മാതിരി തന്നെ എല്ലാവരും ചെയ്യണം, അങ്ങനെ തന്നെ ചെയ്യണം, എൻ്റെ കാര്യം ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് കടുംപിടുത്തം പിടിക്കണ്ട. എനിക്കൊരു രോഗമുണ്ട്, എനിക്ക് ടെൻഷൻ വരുന്ന രോഗമുണ്ട്, നമ്മളിത് സാരമില്ല എന്ന് വെക്കണം. ഉറക്കവും ഭക്ഷണവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സമയത്ത്. നല്ല പോഷകമുള്ള ഭക്ഷണം കഴിക്കണം. omega-3 ഫാറ്റി ആസിഡ്സ് ഇങ്ങനത്തെ പോസ്റ്റ്പാർട്ടം ബ്ലൂസിനെ ഹെൽപ്പ് ചെയ്യും. അത് ഫിഷിൽ നല്ലോണം ഉണ്ട്. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഫ്ലാക്സ് സീഡ് ഓയിൽ കഴിക്കാം, അല്ലെങ്കിൽ omega-3യുടെ ടാബ്ലറ്റ്സ് കഴിക്കാവുന്നതാണ്. ഭക്ഷണം ചിട്ടയിൽ കഴിക്കണം. കുട്ടി എപ്പോഴും കരയുന്നുണ്ട്, കുട്ടിയുടെ ഡ്രസ്സ് കഴുകണം, അല്ലെങ്കിൽ നോക്കാൻ ആളുണ്ടെങ്കിലും അവർ ശരിക്കും ചെയ്യുന്നുണ്ടോ നോക്കണം. ഇതെല്ലാം ഭക്ഷണ ക്രമീകരണങ്ങളെ അഫക്റ്റ് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യതിയാനങ്ങൾ പോസ്റ്റ്പാർട്ടം ബ്ലൂസിനെ കൂടുതലാക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണം. ആയുർവേദിക് മസാജ് ഇതിന് വളരെ യൂസ്ഫുൾ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന സെൻറ്റേഴ്സാണ്, അല്ലെങ്കിൽ അതുപോലെ ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. നല്ല ഉറക്കമുണ്ടാവുന്നത് വിഷമമാണ്. ബിക്കോസ് രാത്രി കുട്ടി കിടന്ന് കരയും. അപ്പോൾ നമുക്ക് ഏറ്റവും പണ്ടത്തെ ആൾക്കാർ പറയാം, കുട്ടി ഉറങ്ങുമ്പോൾ ഉറങ്ങുക, കുട്ടി ഉണരുമ്പോൾ ഉണരുക. ഗസ്റ്റും റിലേറ്റീവ്സും വരുന്നുണ്ടെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കുട്ടി ഉറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങുക, അല്ലാത്ത സമയത്ത് കുട്ടി ഉണരുമ്പോൾ ഉണർന്നിരിക്കുക. അതിൻ്റെ ഇടയിലുള്ള സമയത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങളും കുട്ടിയുടെ കാര്യങ്ങളും ചെയ്യാൻ നോക്കും. ഇതേ കാര്യം ഒരു 10-14 ദിവസം കഴിഞ്ഞിട്ടും മാറുന്നില്ലെങ്കിൽ വൈദ്യസഹായം തീർച്ചയായിട്ടും തേടണം. മരുന്നുകൾ കഴിക്കേണ്ടി വരും. അതിന് മടി കാണിക്കേണ്ട കാര്യമില്ല. ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ടാണെങ്കിലും ഗൈനക്കോളജിസ്റ്റിൻ്റെ ത്രൂ ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ടാണെങ്കിലും ആൻറ്റി ഡിപ്രസൻ മരുന്നുകൾ കഴിച്ചാൽ മാത്രമേ ഇത് മാറുള്ളൂ. അതിൽ സങ്കോചം വേണ്ട. അത് ചുരുക്കത്തിൽ 15 ദിവസത്തിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ അത് മരുന്ന് കഴിച്ച് മാറ്റേണ്ടതാണ്. നന്ദി.